ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരങ്ങേറ്റമാണ്. ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൻ്റെ കുറേ പിള്ളേരുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് തയ്ക്കാനൊക്കെ ആയിട്ട് കുറച്ച് സാരിയും അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. റണ്ണിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ സാരിയാണ് ഉദ്ദേശിച്ച് പോയത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രോഡ്വേയിലുള്ള ഒരു ഹോൾസെയിൽ കടയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കിതുപോലെ സാരിയൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ പറ്റും. സിംഗിൾ പീസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ബൾക്കായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല നല്ല കളർ കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭരതനാട്യം ഡ്രസ്സൊക്കെ തയ്ക്കാൻ പറ്റുന്ന കളർ കോമ്പിനേഷനിൽ വരുന്ന കുറേ സാരികളാണ്. അപ്പോൾ നമുക്ക് ഈ ബൾക്കായിട്ട് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് 1-2 സാരി എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം കളർ വന്നുകൊണ്ടിരുന്നത്, ബ്ലൂവും റെഡും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെ വേണ്ട എന്നിങ്ങനെ തോന്നി. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല ചെക്സൊക്കെ വരുന്ന അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ മിനിമം പീസ് അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പം 10 അങ്ങനെയൊക്കെ 5, 10 അങ്ങനെയൊക്കെ വെച്ചിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം. ഓരോ കടയിലും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നിടത്ത് അവർ ഒരു 5-6 എടുത്താലേ അവർ തരുള്ളൂ. പിന്നെ അവിടെ റണ്ണിങ് മെറ്റീരിയൽസും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാരി ശരിയായില്ലെങ്കിൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ കുറച്ചെണ്ണമൊക്കെ ഇങ്ങനെ തുറന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടും കൂടി ഉണ്ട്. അപ്പം പ്രോഗ്രാമിനുള്ളതും നോക്കണം, അതല്ലാതെ ഫോട്ടോഷൂട്ടിന് പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. അവസാനം ഞങ്ങൾ ഫോട്ടോഷൂട്ടിനുള്ളത് മാത്രം മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. കാരണം എന്ന് വെച്ചാൽ നമ്മളെടുത്തിട്ട് തയ്ച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത് കാരണം ഫോട്ടോഷൂട്ടിനുള്ളത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെല്ലോ നല്ല രസമുണ്ട്, ഈ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ടല്ലേ. നമ്മുടെ ക്ലാസ്സിൽ അരങ്ങേറ്റത്തിന് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4, 5, 6 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളാട്ടോ, ആ ഒരു വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ 2 പേർക്കൊക്കെ തികയും. പക്ഷെ എന്നാലും എത്ര എണ്ണം എടുക്കണം അങ്ങനെയൊക്കെ ഒരു ആകപ്പാട് ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ഒന്ന് റണ്ണിങ് മെറ്റീരിയൽസും കൂടി നോക്കാം, അതിലാണ് കൂടുതൽ വെറൈറ്റി എങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ റണ്ണിങ് മെറ്റീരിയൽസിന് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൂടുതലും ഇങ്ങനെ ചെക്സും ബുട്ടാസൊക്കെ വരുന്നില്ലേ, അങ്ങനത്തെയൊക്കെ ഉണ്ട്. പ്ലെയിൻ എടുക്കണ്ട എന്നുള്ളത് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല പ്ലീറ്റ്സ് കിട്ടുന്ന പോലത്തെ കുറച്ച് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുന്ന എങ്ങനെയാണ് എടുക്കേണ്ടത്, ഒരേ കളർ എടുക്കണോ കോമ്പിനേഷനായിട്ട് എടുക്കണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർക്ക് വരാൻ പറ്റിയിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്നുള്ളൊരു പിടിയില്ല. അപ്പോൾ 16 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും തികയുന്ന രീതിയിലുള്ള പീസുകളാണ് നോക്കുന്നത്. അപ്പോൾ പല പല കോമ്പിനേഷൻസ് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ടീച്ചറിനെ ഇടയ്ക്ക് വീഡിയോ കോളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം ഞങ്ങൾ ഒരു കോമ്പിനേഷനിലേക്ക് എത്തി. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു ഗ്രീൻ കണ്ടോ, ഈ ഒരു ഗ്രീനും പിന്നെ ഈ ഒരു ചെക്സും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് മതിയെന്ന് വെച്ചു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് യെല്ലോ ആണ് കേട്ടോ. അതിൻ്റെ തന്നെ യെല്ലോ ഉണ്ട്, ചെക്സിലെ യെല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്യാമറയിൽ ഗ്രീനും ഈ ഒരു വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ, ആ കളർ കോമ്പിനേഷൻ ആയിരിക്കും നല്ലത്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ യെല്ലോ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച ആ ഒരു ഗ്രീനും ഇതും തന്നെ ഫിക്സ് ചെയ്തു അവസാനം. അപ്പോൾ ഇതിൻ്റെ ഇനിയും വീഡിയോസ് വരാനുണ്ട്, അരങ്ങേറ്റം വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.